ഹായ് വെൽക്കം ടു എക്സാം ബൈ ഒളിമ്പിയാഡ്. സോ ലൈക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ജെഎംഒ എക്സാമിന് വേണ്ടിയിട്ടുള്ള ജോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് ജോമെട്രി. ലൈക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തിയറീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ത്രൂ തന്നെ ഡിസ്കസ് ചെയ്യും. കുറച്ച് അറിയേണ്ട കാര്യങ്ങളുണ്ട്, അപ്പോൾ അത് ആദ്യം പറഞ്ഞിട്ട് ലൈക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. സോ ലൈക്ക് നിങ്ങൾ ലൈക്ക് നിങ്ങൾക്ക് അറിയുന്നതാണല്ലേ, ലൈക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഒന്നാമത്തത് ലൈക്ക് ഇപ്പോൾ രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിടാം കോൺസെപ്റ്റ്സ്. രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട് എന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെ ഞാൻ അതിനൊരു ട്രാൻസ്വേഴ്സിൽ വരച്ചു. അതിനെ കട്ട് ചെയ്ത് വരക്കുന്ന ലൈനാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എൽ എന്ന് പറയുന്ന ലൈനും ഇവിടെ എം എന്ന് പറയുന്ന ലൈനും ഉണ്ട്. അത് ഞാൻ കട്ട് ചെയ്ത് വരക്കുന്ന എ ബി എന്ന് പറയുന്ന മറ്റൊരു ലൈൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്വേഴ്സിൽ എന്ന് പറയാം. ഓക്കെ, ഞാൻ നമ്മുടെ ആംഗിൾസ് മാർക്ക് ചെയ്യുകയാണ്. ഇവിടെ 1 2 ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, 3 4 ഇവിടെ 5 6 7 8 എന്ന് പറഞ്ഞിട്ട് ആംഗിൾസ് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. കറസ്പോണ്ടിങ് ആംഗിൾസ്, ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് പോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യം കറസ്പോണ്ടിങ് ആംഗിൾസ് മാർക്ക് ചെയ്യാം. കറസ്പോണ്ടിങ് ആംഗിൾസ് ഇതാണ് ഒന്നാമത്തത്. കറസ്പോണ്ടിങ് ആംഗിൾസിൽ ഏതൊക്കെയാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് വരിക? ആംഗിൾ 1 അല്ലേ, ആംഗിൾ 1ഉം ഏതാണ്, ആംഗിൾ 5ഉം. ആംഗിൾ 1ഉം ആംഗിൾ 5നെയാണ് എന്ത് ചെയ്യുക, കറസ്പോണ്ടിങ് ആംഗിൾസ്. ഈ ഒരു ആംഗിൾ അതുപോലെ തന്നെ ഈ ഒരു ആംഗിൾ ആംഗിൾ 2 ആംഗിൾ 6 ആംഗിൾ 4 ആംഗിൾ 8 ആംഗിൾ 3 ആംഗിൾ 7 ഇതിനൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കറസ്പോണ്ടിങ് ആംഗിൾസിൻ്റെ പെയേഴ്സ് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്, ആംഗിൾ 1 ആംഗിൾ 5 ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആംഗിൾ 2 ഉണ്ട്, ആംഗിൾ 6 ഉണ്ട്. സിമിലർലി ആംഗിൾ 4 ഉണ്ട്, ആംഗിൾ 8 ഉണ്ട്, ആൻഡ് ആംഗിൾ 3 ഉണ്ട്, ആംഗിൾ 7 ഉണ്ട്. ഇതൊക്കെ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ, എന്ത് ചെയ്യണം, നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ്. ഇത് ഈക്വൽ ആയിരിക്കും എന്നുള്ളത്. രണ്ടാമത് പറയേണ്ടത് എന്താണ്, ആൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലേ, ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് അതും എന്തായിരിക്കും, ഈക്വൽ തന്നെ ആയിരിക്കും. ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഏതൊക്കെയാണ് ഈ ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് വരിക? ഈ ആംഗിൾ 4 ആംഗിൾ 6 ഈ ആംഗിൾ 3 ആംഗിൾ 5 ഇത്രയും സാധനങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയാം. സോ എന്താണ്, ആംഗിൾ 4 എന്ന് പറയുന്നത് ആംഗിൾ 6നോട് ഈക്വൽ ആയിരിക്കും. ആംഗിൾ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ 6നോട് ഈക്വൽ ആയിരിക്കും. ആൻഡ് സിമിലർലി ആംഗിൾ 3 ഷുഡ് ബി ഈക്വൽ ടു എന്താണ്, ആംഗിൾ 5 ആയിരിക്കും. ഇതാണ് എന്ത് ചെയ്യുന്നത്, ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് വരുന്നത്. ലൈക്ക് ഇത്തരം കോൺസെപ്റ്റ്സ് എന്ത് ചെയ്യണം, നിങ്ങൾ അറിയണം. അതായത് രണ്ട് പാരലൽ ലൈൻസ് വരണം കേട്ടോ. ലൈക്ക് അതിൻ്റെ ഒരു കണ്ടീഷൻ ഉണ്ട്, എന്താണ്, പാരലൽ ലൈൻസ് ഉണ്ട്. ഇപ്പോൾ LM എന്ന് പറയുന്നത് പാരലൽ ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്തിട്ട് ഞാൻ ട്രാൻസ്വേഴ്സിൽ വരച്ചു കഴിഞ്ഞാൽ ഇത്തരം കണ്ടീഷൻസ് ഒക്കെ ലൈക്ക് നിങ്ങൾ അറിയേണ്ടത്. ഓക്കെ, അടുത്തത് ലൈക്ക് ഒന്നും കൂടെ പറഞ്ഞുതരാം. ലൈക്ക് എന്താണ് ഇത്, ലൈക്ക് ഈ ആംഗിൾസ് അല്ലേ, ആംഗിൾ 3യും ആംഗിൾ 6ഉം നോക്കി നിങ്ങൾ. ആംഗിൾ 3യും ആംഗിൾ 6ഉം ഈക്വൽ ആണോ? അല്ല, ആംഗിൾ 3 ആംഗിൾ 6 ഈക്വൽ അല്ല. പക്ഷെ അതെന്താണ്, സപ്ലിമെൻ്ററി ആയിരിക്കും വരിക കേട്ടോ. എന്താണ്, സപ്ലിമെൻ്ററി ആയിരിക്കും. അത് സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ആംഗിൾസ് ആഡ് ചെയ്തിട്ട് നമുക്ക് 180 ഡിഗ്രി കിട്ടുന്നുണ്ടെങ്കിൽ അതിനാണ് സപ്ലിമെൻ്ററി എന്ന് വിളിക്കുക. സപ്ലിമെൻ്ററി രണ്ട് ആംഗിൾസ് ആഡ് ചെയ്തിട്ട് അത് 90 ഡിഗ്രി ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ ആംഗിൾ എക്സും ആംഗിൾ വൈയും ആഡ് ചെയ്യുകയാണേ. സപ്പോസ് ലൈക്ക് ഒരു ആംഗിൾ എക്സും ഉണ്ട്, ആംഗിൾ വൈ ഉണ്ട്, അത് 90 ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് വിളിക്കുക. സോ ഇത്തരം ടോപ്പിക്സ് ഒക്കെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യണം. ഈ ഒരു എക്സാമിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത്തരം ടോപ്പിക്സ് അറിഞ്ഞിരിക്കണം. ഇൻ കേസ് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. മറന്നു പോയിട്ടുണ്ടെങ്കിൽ റിവൈസ് ചെയ്യുക. അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ടോപ്പിക്ക് പഠിക്കാനും ശ്രമിക്കണം. ജസ്റ്റ് ഒരു ക്വിക്ക് ഓവർവ്യൂ ആണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഈ ലൈക്ക് കുറച്ച് ലൈക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് തിയറി ഭാഗങ്ങൾ ക്വിക്കായിട്ടൊന്ന് റീക്യാപ്പ് ചെയ്തതെന്നാണ്. അതുപോലെ തന്നെ ആംഗിൾ 4ഉം ആംഗിൾ 5 എന്തായിരിക്കും, അതും സപ്ലിമെൻ്ററി ആയിരിക്കും. സോ ലൈക്ക് അത് എന്താണ്, നിങ്ങൾക്ക് പെയേഴ്സ് കണ്ടാൽ തന്നെ മനസ്സിലാവും. സോ എന്ത് ചെയ്യാം, ഇത്തരം കാര്യങ്ങൾ ജസ്റ്റ് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താണ്, ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്താണ്, സപ്ലിമെൻ്ററി എന്താണ് കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്താൽ 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഒന്ന് അറിയേണ്ട കോൺസെപ്റ്റ് ആണ്, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന സാധനങ്ങളാണ്. എന്ത്, ഒരു ലൈൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ടോട്ടൽ ആംഗിൾ എത്രയാണ് വരിക, 180 ഡിഗ്രി അല്ലേ. സോ ലൈക്ക് എന്താണ്, ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രി ആണ് വരിക അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ലൈൻ, അപ്പോൾ ലൈക്ക് ഞാനൊരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് ഒരു ലൈന് കട്ട് ചെയ്യുന്നത്, വേറെ ലൈന് കട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇവിടെ ഞാനൊരു ആംഗിൾ എക്സും ഇവിടെ ഒരു ആംഗിൾ വൈയും മാർക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ വൈ എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ഒരു ഫുൾ റൊട്ടേഷൻ ആണെങ്കിൽ എത്ര വരാം, 360 ഡിഗ്രി ആണ് അല്ലേ. ഒരു ഫുൾ റൊട്ടേഷൻ ആണെങ്കിൽ ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്തു, അതെന്ത് ചെയ്യുന്ന ആ തിരിച്ച പോയിന്റിലോട്ട് തന്നെ എത്തുന്നുണ്ടെങ്കിൽ എന്താണ്, ഫുൾ റൊട്ടേഷൻ എന്ന് വിളിക്കും. ഫുൾ റൊട്ടേഷൻ 360 ഡിഗ്രി ആണ്. അതിൻ്റെ പകുതിയാണ് ഹാഫ് റൊട്ടേഷൻ വരിക. അതിനാണ് എന്ത് ചെയ്യുന്നത്, സ്ട്രൈറ്റ് ലൈൻ അല്ലേ, ലീനിയർ പെയർ എന്ന് നമുക്ക് പറയാറുണ്ട്. സോ അതെന്താണ്, 180 ഡിഗ്രി ആണെന്ന് പഠിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇനീഷ്യലി പഠിക്കാനുള്ളത്. പിന്നെന്താണ്, ഒരു ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ ഇൻറ്റീരിയർ ആംഗിൾസ് ആകുമ്പോൾ എത്രയായിരിക്കും, 360 ഡിഗ്രി ആയിരിക്കും. ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ എത്രയായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഇൻ കേസ് നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. തന്നിട്ടുള്ളത് 2 angles are supplementary. One of them is an acute angle. Which of the following could be the measure of the other angle എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, രണ്ട് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ്. ഏതാണ് ആംഗിൾ എന്ന് എനിക്ക് അറിയില്ല. സോ ഞാൻ അതിനെ എക്സ് എന്ന് വിളിച്ചു. ഓക്കെ ആണല്ലോ, എക്സ് എന്ന് വിളിക്കുകയാണ്.
അപ്പോൾ അതിന്റെ സപ്ലിമെന്ററി ഇപ്പോൾ രണ്ട് ആംഗിൾസ് സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആംഗിൾ എക്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റേ ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും അല്ലേ? സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. അതായത് എക്സ് ഡിഗ്രി പ്ലസ് 180 മൈനസ് എക്സ് ഡിഗ്രി എത്രയാണ്? This is 180 ആണ് അല്ലേ? അപ്പോൾ എന്താണ്? ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടണം. അങ്ങനെയാണ് സപ്ലിമെന്ററി എന്ന് പറയാം. അപ്പം രണ്ട് ആംഗിൾസ് സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കാം? ഒരു ആംഗിൾ എക്സ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ 180 മൈനസ് എക്സ് എടുക്കാം. ഈ രണ്ട് ആംഗിൾസ് കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കാം? ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ മറ്റേതെന്താണ്? ഒരു ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ മറ്റേതെന്താണ്? 90 മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ട് എടുക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കുഡ് ബി ദ മെഷർ ഓഫ് ദി അതർ ആംഗിൾ എന്നുള്ള ചോദിച്ചിട്ടുള്ളത് അല്ലേ? വൺ ഓഫ് ദം ഈസ് അക്യൂട്ട് ആംഗിൾ. അപ്പോൾ ഒരു ആംഗിൾ എക്സ് ആണ്, മറ്റേ ആംഗിൾ എത്രയാണ്? 180 മൈനസ് എക്സ് ആണ്. ഒരു ആംഗിൾ എന്താണ്? അക്യൂട്ട്. വൺ ഓഫ് ദം ഈസ് അക്യൂട്ട്. ഒരെണ്ണം എന്താണ്? അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞിട്ട് എന്താണ് അക്യൂട്ട് ആംഗിൾ? അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 90 ഡിഗ്രി ആണ് കേട്ടോ. ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ അക്യൂട്ട് ആംഗിൾ. ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് വിളിക്കും. ഈക്വൽ ടു 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ എന്താണ്? റൈറ്റ് ആംഗിൾ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ? റൈറ്റ് ആംഗിൾ. ഇവിടെ എന്താണ്? ഒബ്റ്റ്യൂസ് ആംഗിൾ. ഓക്കെ ആണല്ലോ? ജസ്റ്റ് അറിഞ്ഞിരിക്കും. സോ അക്യൂട്ട് ആംഗിൾ എന്താ പറയാം? ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. സോ എന്താണ്? ഒരെണ്ണം അക്യൂട്ടാണ്. സോ ലൈക്ക് ഇത് എന്താണ്? ഓപ്ഷൻസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ് അല്ലേ? ഓപ്ഷൻസ് നിങ്ങൾ ഇപ്പോൾ ലൈക്ക് എന്താണ്? രണ്ട് ആംഗിൾസ് ഉണ്ട്, എന്താണ്? അത് സപ്ലിമെന്ററി ആണ്. രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടണം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും കട്ട് ചെയ്യാം അല്ലേ? ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും കട്ട് ചെയ്യാം. കാരണം രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം 200 ആണെങ്കിൽ മറ്റേ നെഗറ്റീവ് ആവാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ എന്താണ്? എന്തായാലും 180ന്റെ മുകളിലാവാൻ പാടില്ല. അപ്പോൾ ഒരെണ്ണം എന്തായി കഴിഞ്ഞാൽ എന്ത് പാടില്ല? 200 ആകാൻ പാടില്ല, അല്ലെങ്കിൽ എന്താണ്? 180ന്റെ മുകളിലാകാൻ പാടില്ല. സോ ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻസ് നോക്കിയേ. 60 ഉണ്ട്, 120 ഉണ്ട്. അപ്പോൾ ഒരു ആംഗിൾ 60 ആണ് എന്നുണ്ടെങ്കിൽ മറ്റേ ആംഗിൾ എന്തായിരിക്കും അല്ലേ? മറ്റേ ആംഗിൾ എത്രയായിരിക്കും വരിക? മൊത്തം 180 ഡിഗ്രിയാണ് കിട്ടുക. സോ വൺ ഓഫ് ദ ആംഗിൾ 60 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ മറ്റേ ആംഗിൾ എത്രയായിരിക്കണം? 180 മൈനസ് 60 ഡിഗ്രി ആയിരിക്കണം അല്ലേ? 180 മൈനസ് 60 ഡിഗ്രി ആയിരിക്കണം, 120 ഡിഗ്രി ആയിരിക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ടോട്ടൽ 180 ഡിഗ്രി കിട്ടുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ കേസ് എന്താ? ഒരു ആംഗിൾ 120 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. സോ എന്താണ്? മറ്റേ ആംഗിൾ എത്ര ആയിരിക്കണം? 60 ഡിഗ്രി ആയിരിക്കണം. എന്നാലേ നമുക്ക് 180 ഡിഗ്രി ആയിക്കോളൂ. ഇതിൽ ഏതാണ് ഓപ്ഷൻ വരിക അല്ലേ? എന്താ പറഞ്ഞുള്ളത്? വൺ ഓഫ് ദം ഈസ് ആൻ അക്യൂട്ട് ആംഗിൾ. ഒരെണ്ണം അക്യൂട്ട് ആംഗിൾ ആണ്. എങ്ങനെയാണെങ്കിൽ മറ്റേത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഒരെണ്ണം അക്യൂട്ട് ആംഗിൾ, മറ്റേത് എന്തായിരിക്കും? ഒബ്റ്റ്യൂസ് ആയിരിക്കും. അപ്പോൾ ഒബ്റ്റ്യൂസ് ആയിട്ടുള്ള ആംഗിൾ ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ എന്താണ്? 120 ഡിഗ്രി ആണ് ആൻസർ ആയിട്ട് വരിക. കാരണം എന്താണ്? ഒരെണ്ണം അക്യൂട്ടാന്ന് പറഞ്ഞിട്ട് അക്യൂട്ട് ഉള്ളത് എന്താണ്? ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കണം. നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ എന്താണ്? ഒബ്റ്റ്യൂസ് ആയിട്ടുള്ള ആംഗിൾ ഏതാണെന്നുള്ള ചോദിച്ചിട്ടുള്ളത്. ഒബ്റ്റ്യൂസ് ആയിട്ടുള്ളത് ഏതാണ് വരിക? ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിട്ടുള്ള ആംഗിളാണ് വരിക. സോ എന്താണ്? 120 ഡിഗ്രി പറ്റും അല്ലേ? അപ്പോൾ എന്താണ്? ഇതെടുക്കാൻ പറ്റുമോ? ഇല്ല. ഇതെന്താണ്? ആക്ച്വലി ഇത് ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. സോ എന്താണ്? ഇത് അക്യൂട്ട് ആംഗിൾ ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. ജസ്റ്റ് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് റീഡ് ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മെഷർ ഓഫ് ആൻ ആംഗിൾ വിച്ച് എക്സീഡ്സ് ഇറ്റ്സ് കോംപ്ലിമെന്റ് ബൈ 30 ഡിഗ്രി എന്നാണ്. കോംപ്ലിമെന്റ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ആംഗിൾ എക്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് എന്തായിരിക്കും? 90 മൈനസ് എക്സ് ആയിരിക്കും. എന്താ തന്നിട്ടുള്ളത്? ദ മെഷർ ഓഫ് ആൻ ആംഗിൾ വിച്ച് എക്സീഡ്സ് ഇറ്റ്സ് കോംപ്ലിമെന്റ് ബൈ 30 ഡിഗ്രി എന്നുള്ള പറഞ്ഞത്. അപ്പം എക്സ് ഉണ്ട്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 മൈനസ് എക്സിന്റെ 30 ഡിഗ്രിയും കൂടെ ആഡ് ചെയ്തതാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എക്സ്പ്രഷൻ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം അല്ലേ? തന്നിട്ടുള്ള ലൈക്ക് എന്താണ് വേർഡിങ്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതായത് ഒരു ആംഗിൾ ഉണ്ട്, അത് അതിന്റെ കോംപ്ലിമെന്റിന്റെ പ്ലസ് 30 ഡിഗ്രി ആണ് എന്നാണ് പറഞ്ഞുള്ളത്. അപ്പോൾ ഒരു ആംഗിൾ ഉണ്ട് എക്സ്, അത് അതിന്റെ കോംപ്ലിമെന്റ് എന്താ? 90 മൈനസ് എക്സ്. അതിന്റെ എന്ത് ചെയ്യണം? പ്ലസ് 30 ചെയ്യണം. സോ എന്താണ് ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ കാണാൻ പറ്റും. 2xന്റെ വാല്യൂ എത്ര വരും? 120 ഡിഗ്രി വരും. എക്സിന്റെ വാല്യൂ 60 ഡിഗ്രി വരും. ഓക്കെ ആണല്ലോ? അതിങ്ങനെ വന്നേ ഈ മൈനസ് എക്സ് അപ്പുറം സൈഡിലോട്ട് പോകുന്ന സമയത്ത് പ്ലസ് എക്സ് ആവും. അപ്പോൾ 2x = 120, x = 60 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളത്? ദ മെഷർ ഓഫ് ആൻ ആംഗിൾ വിച്ച് ഈസ് ട്വൈസ് ഇറ്റ് സപ്ലിമെന്റ് എന്നുള്ള ചോദിച്ചില്ല. മെഷർ ഓഫ് ആൻ ആംഗിൾ വിച്ച് ഈസ് ട്വൈസ് ഇറ്റ് സപ്ലിമെന്റ്. അപ്പോൾ ഒരു ആംഗിൾ ഉണ്ട് എക്സ്, അതിന്റെ സപ്ലിമെന്റ് എന്താ വരിക? 180 മൈനസ് എക്സ്. എന്താ പറഞ്ഞുള്ളത്? ദ മെഷർ ഓഫ് ആൻ ആംഗിൾ വിച്ച് ഈസ് ട്വൈസ് ഇറ്റ് സപ്ലിമെന്റ്. അപ്പോൾ എക്സ് എന്താണ്? 2 ടൈംസ് ഓഫ് ഇറ്റ് സപ്ലിമെന്റ് ആണ്. 2 ടൈംസ് ഓഫ് ഇറ്റ് സപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 × 180 മൈനസ് എക്സ് ഡിഗ്രി. ഇതാണ് ആംഗിൾ, ഇതാണ് അതിന്റെ സപ്ലിമെന്റ് അല്ലേ? സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 180 മൈനസ് എക്സ് വരും. എക്സ് ആണ് ആംഗിൾ എങ്കിൽ അതിന്റെ സപ്ലിമെന്റ് എത്രയാണ്? 180 മൈനസ് എക്സ്. എക്സ് ആണ് ആംഗിൾ എങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് എത്രയാണ്? 90 മൈനസ് എക്സ്. ഓക്കെ ആണല്ലോ? സോ ഈ ആംഗിൾ എന്താണ്? ട്വൈസ് ഇറ്റ് സപ്ലിമെന്റ് എന്നുള്ള പറഞ്ഞുള്ളത്. 2 ടൈംസ് ഇറ്റ് സപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആംഗിൾ കിട്ടുന്ന പറഞ്ഞുള്ളത്. സോ എക്സ് എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ഓഫ് ഇറ്റ് സപ്ലിമെന്റ് ആണ്. 2 ടൈംസ് ഓഫ് ഇറ്റ് സപ്ലിമെന്റ്. സോ 2 ടൈംസ് ഓഫ് 180 മൈനസ് എക്സ്. സോ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാം എക്സ് = നിങ്ങൾ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. 2 × 180 മൈനസ് 2x വരും. സോ എന്താണ്? 3x = 360 ഡിഗ്രി, എക്സ് = 120 ഡിഗ്രി. ഓപ്ഷൻ ഏതാ വരിക? ബി ആണ് അതിന്റെ കറക്റ്റ് ആയിട്ട് ആൻസർ വരും. ഓക്കെ ആണല്ലോ? സോ എന്താ ഇവിടെ ചെയ്തിട്ടുള്ളത്? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു 2 × 180 വിച്ച് ഈസ് 360 അല്ലേ? ഇവിടെ 2 × -x മൈനസ് 2x. ഈ മൈനസ് 2x അപ്പുറം സൈഡിലോട്ട് പോകുന്ന സമയത്ത് പ്ലസ് 2x ആവും. അപ്പോൾ 2x + x ആവും വിച്ച് ഈസ് 3x അല്ലേ? 3x ആവും. അപ്പോൾ 3xന്റെ വാല്യൂ എത്രയാവും? 2 × 180 360 ഡിഗ്രി ആവും. അങ്ങനെയാണെങ്കിൽ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 3. ഇത് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും നിങ്ങൾക്ക്? 120 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ മെഷർ ഓഫ് 2 സപ്ലിമെന്ററി ആംഗിൾസ് ആർ
3x plus 15 and 2x plus 5, okay, then x is എന്നുള്ള വീണ്ടും എന്താണ് സപ്ലിമെൻ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. മെഷർ ഓഫ് 2 സപ്ലിമെൻ്ററി ആംഗിൾസ് അല്ലേ, രണ്ടെണ്ണം സപ്ലിമെൻ്ററി ആംഗിൾസ് ആണ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ആംഗിൾസ്? 3x plus 15 ആണ് ഒന്നാമത്തെ ആംഗിൾ, രണ്ടാമത്തെ ആംഗിൾ എത്രയാണ്? 2x plus 5 ആണ്. സപ്ലിമെൻ്ററി ആണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം അല്ലേ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. സോ എന്താണ് 3x plus 2x എത്രയാണ്? 5x ആണ്. 5x plus 20 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 180 കിട്ടും. സോ 5xൻ്റെ വാല്യൂ എത്ര വരും? 160 വരും. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര വരും? 160/5 ആണ് വരിക. 160/5 വിച്ച് ഇസ് 32. 160/5 ചെയ്ത് നോക്കുക, അപ്പോൾ എന്താ കിട്ടും? 32 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സപ്ലിമെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, രണ്ട് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം എന്നുള്ളതാണ്. അവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും? 5x plus 20 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി കിട്ടും. 5x ഈസ് ഈക്വൽ ടു 160 ആണ്. എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും? 32 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് സപ്ലിമെൻ്റ് ഓഫ് ആൻ ആംഗിൾ ഈസ് 3 times ഇറ്റ്സ് കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഒരു ആംഗിൾ ഉണ്ട് എക്സ് അല്ലേ, സപ്ലിമെൻറ്റ് കറക്റ്റ് വേർഡിങ്സ് മനസ്സിലാക്കണം, എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യം കറക്റ്റ് മനസ്സിലാക്കാം. ഒരു ആംഗിൾ ഉണ്ട് എക്സ്, അതിൻ്റെ സപ്ലിമെൻ്റ് എന്താ വരിക? 180 - x അല്ലേ. അതിൻ്റെ കോംപ്ലിമെൻ്റ് എത്ര വരിക? 90 - x. അപ്പോൾ ഇതെന്താണ്? ഇത് സപ്ലിമെൻറ്റ്, ഇതെന്താണ്? കോംപ്ലിമെൻറ്റ്. ഓക്കെ, then the measure of the angle എന്നുള്ള ചോദിച്ചത്. if the supplement of an angle is 3 times its complement എന്നുള്ളതാണ്. സപ്ലിമെൻറ്റ് ഓഫ് ആംഗിൾ എത്രയാണ്? 180 - x ആണ്. 3 times കോംപ്ലിമെൻറ്റ് ഓഫ് ആൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 times 90 - x. സിമ്പിൾ അല്ലേ? യെസ്. എന്താണ് കറക്റ്റ് പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് നമുക്ക് എക്സ്പ്രഷൻ ആക്കി ഉണ്ടാവും. ഒരു ആംഗിൾ ഉണ്ട്, അതിൻ്റെ സപ്ലിമെൻറ്റ് എത്ര? 180 - x. അതിന് കോംപ്ലിമെൻറ്റ് എത്ര? 90 - x. സപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് 3 times ഓഫ് കോംപ്ലിമെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 3 times ഓഫ് കോംപ്ലിമെൻറ്റ്. അപ്പോൾ എത്ര വരിക? അത് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ. 180 - x is equal to 270 - 3x വരും അല്ലേ. അങ്ങനെയാണെങ്കിൽ എത്ര വരും? ഇവിടെ 3x ആ സൈഡിലോട്ട് പോകുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോകാം. സോ -3x + 3x ആവും. സോ എന്ത് വരും? 3x - x ഈക്വൽ ടു ഈ 180 ഇല്ലേ, അത് അപ്പുറം സൈഡിലോട്ട് കൊണ്ടുപോകാം. സോ എന്ത് ചെയ്യാം? 270 - 180. ഓക്കെ, അപ്പോൾ 2xൻ്റെ വാല്യൂ എത്ര വരും? 90 വരും. എക്സിൻ്റെ വാല്യൂ എത്ര വരും? 45 ആണ് ആൻസർ ആയിട്ട്. സോ എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരും. ഇവിടെ കൺഫ്യൂഷൻസ് ഉണ്ടോ? ലൈക്ക് എന്ത് ചെയ്യുക? ഇവിടെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ അല്ലേ. ഇവിടെ 3 × 90 എത്രയാണ്? 270. 3 × -x എത്രയാണ്? -3x. ഈ -3x അപ്പുറം സൈഡിലോട്ട് പോകും. അപ്പോൾ എന്താവും? +3x ആവും. ഇവിടെ 3x ഉണ്ട്, -x ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ എന്താണ്? 2x കിട്ടും. ഇവിടെ ഒരു 180 ഉണ്ടായിരുന്നു, അത് അപ്പുറം സൈഡിലോട്ട് പോകുന്ന സമയത്ത് -180 ആവും. 270 - 180 വിച്ച് ഈസ് എന്താണ്? 90. സോ എന്ത് ചെയ്യാം? അക്കൗണ്ടിൽ സോൾവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 straight line AB and CD intersect at one another at point O എന്നുള്ളതാണ് തന്നുള്ളത് അല്ലേ. ഓക്കെ, 2 straight lines ഉണ്ട്, എ ബിയും സി ഡിയും. എ ബി സി ഡി എന്ന് പറയുന്ന 2 straight lines ഉണ്ട്. ഓക്കെ, എ ബി എന്ന് പറയുന്ന ഒരു സ്ട്രൈറ്റ് ലൈനും സി ഡി എന്ന് പറയുന്ന മറ്റൊരു സ്ട്രൈറ്റ് ലൈനും ഉണ്ട്. അവർ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റാണ് ഒ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ സി ഒ ബി പ്ലസ് ആംഗിൾ ബി ഒ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 274 ആണ്. ഏതൊക്കെയാണ് നോക്കിയത്? ആംഗിൾ എ ഒ സി എന്ന് പറഞ്ഞാൽ ഏതാണ് ആംഗിൾ? എ ഒ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾ അല്ലേ, ഈ ഒരു ആംഗിൾ പ്ലസ് ആംഗിൾ സി ഒ ബി എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ ഒരു ആംഗിൾ പ്ലസ് ആംഗിൾ ബി ഒ ഡി, ഈ ഒരു ആംഗിളും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എത്രയാണ്? 274 ആണ് തന്നിട്ടുണ്ട്. സോ ഏതാണ് ആംഗിൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. ഈ 3 ആംഗിളും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 274 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലേ. ആ ആംഗിൾ എങ്ങനെ കാണാം? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി ആണ് അല്ലേ. ടോട്ടൽ ആംഗിൾ എത്ര വരിക? 360 ഡിഗ്രി വരും. ഓക്കെ ആണല്ലോ, ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രി. ഓക്കെ, അതിന് എത്ര കറങ്ങിയിട്ടുണ്ട്? ഇപ്പോൾ 274 കറങ്ങിയിട്ടുള്ളത്. അപ്പോൾ 316 എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ കറങ്ങിയിട്ടുള്ള റൊട്ടേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ആംഗിളിന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത്രയും ഭാഗം മൈനസ് ചെയ്താൽ പോരെ, അപ്പം ബാക്കിയുള്ള സാധനം കിട്ടൂലേ. അതന്നെയല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ എന്ത് ചെയ്യാം? 360 ഡിഗ്രി മൈനസ് 274 ചെയ്താൽ മതി അല്ലേ. 360 - 274 എന്ന് പറയുമ്പോൾ എത്ര വരിക? 86 അല്ലേ. മൈനസ് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും? നമുക്ക് 86 ആണ് ആൻസർ കിട്ടും. വളരെ എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്. സോ ടോട്ടൽ റൊട്ടേഷൻ്റെ എത്രയാണ്? 360 ഡിഗ്രി ആണെന്നുള്ള അറിയണം. അത് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റൻ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. അപ്പോൾ എന്താണ് 360 - 274 വിച്ച് ഈസ് ഈക്വൽ ടു 86 ആണ് ആൻസർ ആയിട്ട് വരും. സോ അടുത്ത ക്വസ്റ്റൻ നോക്കാം. ഏതാണ്? 2 സ്ട്രൈറ്റ് ലൈൻസ് എ ബി ആൻഡ് സി ഡി കട്ട് ഈച്ച് അറ്റ് ഒ. ഇഫ് ആംഗിൾ ബി ഒ ഡി ഈസ് ഈക്വൽ ടു 63 ഡിഗ്രി ബി ഒ സി എന്നുള്ളതാണ്. അപ്പോൾ 2 ലൈൻസ് കട്ട് ചെയ്യുന്നുണ്ട്, എ ബി സി ഡി. സി ഡി എന്ന് പറയുന്ന 2 ലൈൻസ് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? ഒ ആണ്. ഇഫ് ആംഗിൾ ബി ഒ ഡി ഈസ് ഈക്വൽ ടു 63 ഡിഗ്രി, ഇത് എത്രയാണ്? 63 ഡിഗ്രി. ദെൻ ആംഗിൾ ബി ഒ സി എത്രയാണെന്നുള്ള ചോദിച്ചിട്ടുള്ളത്. നേരത്തെ കേസിൽ എന്തായിരുന്നു? ഫുൾ റൊട്ടേഷൻ ആയിരുന്നു. ഇതെന്താണ്? നിങ്ങൾ ഏത് ആംഗിളാണ് ചോദിച്ചിട്ടുള്ളത്? ഇതേതാണ്? ഈ ഒരു ആംഗിളാണ് ചോദിച്ചിട്ടുള്ളത്.
ഈ ഒരു ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുക നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ എന്താണ് ഈ സാധനം എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ലൈൻ ആണ്. സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരുന്നു അല്ലേ. കംപ്ലീറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണ്. അതിൽ ഇത്രയും ഭാഗം തന്നിക്കണം. അപ്പോൾ ബാക്കി എന്ന് പറഞ്ഞാൽ എന്താ 180 ഇത്രയും ഭാഗം മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ എന്താ വരിക 180 മൈനസ് 63 ചെയ്താൽ മതി. 180 മൈനസ് 63 ചെയ്യുമ്പോൾ എത്ര വരിക അല്ലേ 117 ഡിഗ്രി വരും. ഓക്കെ ആണോ 117 ഡിഗ്രി വരും. ഓക്കെ അല്ലേ. കാരണം എന്താണ് ഇവിടെ എന്താണ് നേരത്തെ കേസിൽ എന്തായിരുന്നു ഫുൾ റൊട്ടേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത് 360 ഡിഗ്രി യൂസ് ചെയ്തത് അല്ലേ 360 ഡിഗ്രി യൂസ് ചെയ്തത്. പക്ഷേ ഈ കേസിൽ എന്താ ഉള്ളത് ഇവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. ഇതിന്റെ ഫുൾ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൽ ഇത്രയും ഭാഗം 63 ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗം എന്താ വരിക 180 മൈനസ് 63. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If two interior angles on the same side of the transversal intersecting two parallel lines are in the ratio 2:3. അതായത് ഇപ്പോൾ രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട് അല്ലേ. രണ്ട് പാരലൽ ലൈൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനോട് ട്രാൻസ്വേഴ്സൽ വരച്ചിട്ടുണ്ട്. അപ്പം ലൈക്ക് സെയിം സൈഡ് ഓഫ് എ ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്ടിങ് ടു പാരലൽ ലൈൻസ് ആർ 2:3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ രണ്ട് ആംഗിൾസ് അല്ലേ ഇവിടെ എ എന്ന് പറഞ്ഞു ഇവിടെ ബി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നിട്ടുള്ള സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ A:B ആണ് എന്ത് 2:3 എന്ന് പറഞ്ഞിട്ടുള്ളത്. 2:3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് ആംഗിൾ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് റേഷ്യോസ് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ അതിനെ വാല്യൂസിലോട്ട് മാറ്റി. എങ്ങനെയാണ് റേഷ്യോനെ വാല്യൂസിലോട്ട് മാറ്റുക? ഇവിടെ 2 ഇല്ലേ ഇവിടെ 3 ഇല്ലേ അതിനൊപ്പം ഒരു വേരിയബിൾ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ രണ്ട് ആംഗിളിനെ എനിക്ക് എങ്ങനെ എടുക്കാം 2x 3x. ഓക്കെ ആണല്ലോ. രണ്ട് ആംഗിൾസിനെ എങ്ങനെ എടുക്കാം ആ വേരിയബിൾ റേഷ്യോ തന്നിട്ടുണ്ടാവില്ലേ ആ റേഷ്യോ ഒഴിവാക്കിയിട്ട് ആ നമ്പറിന് പുറത്ത് എന്ത് ചെയ്താൽ മതി എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും വാല്യൂ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എന്താണ് 2x 3x വരിക. ഇനി നിങ്ങൾ നോക്കിയേ ഈ ഒരു എ എന്ന് പറയുന്നത് 2x ബി എന്ന് പറയുന്നത് 3x ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും കൂടെ ആഡ് ചെയ്താൽ എത്രയാണ് വരിക അല്ലേ. സെയിം സൈഡിൽ വരുന്ന ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ലൈക്ക് പാരലൈൻസ് ഉണ്ട് ഒരു ട്രാൻസ്വേഴ്സ് വരച്ച് സെയിം സൈഡ് ഇന്റീരിയർ ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക 180 ഡിഗ്രിയാണ് കിട്ടുക. ആ റിസൾട്ട് എല്ലാവരും പഠിക്കണം. ഓക്കെ അല്ലേ. സോ എന്താണ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എത്രയാണ് 180 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. എന്താണ് അത് റിസൾട്ടാണ്. ആംഗിൾ എ എത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത് 2x ആണ്. ആംഗിൾ ബി എത്രയാണ് 3x ആണ് വിച്ച് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 5xന്റെ വാല്യൂ 180 ഡിഗ്രി ആണ്. എക്സിന്റെ വാല്യൂ എത്ര വരിക 36 ഡിഗ്രി അല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ 180/5 ചെയ്യുക. സോ എന്താണ് 36 ഡിഗ്രി കിട്ടും. സോ എന്താണ് എക്സ് ആണോ ചോദിച്ചിട്ടുള്ളത്? ഇല്ല ലാർജസ്റ്റ് ആംഗിൾ എന്തുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എക്സിന്റെ വാല്യൂ ആണ് 36 ഡിഗ്രി. നമ്മളുടെ ആംഗിൾസ് ഏതൊക്കെയാണ് 2x 3x ആണ് ആംഗിൾസ് അല്ലേ. 2x 3x ആണ് ആംഗിൾ. സോ എക്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 2 × 36 3 × 36 ആണ് നമ്മളുടെ ആംഗിൾസ്. സോ എന്താണ് 72 ഡിഗ്രിയും 108 ഡിഗ്രിയും ആണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ ആംഗിൾസ് വരിക. ഇതെങ്ങനെ 72 കിട്ടി 2 × 36 എന്ന് പറഞ്ഞാൽ 72 ആണ്. 3 × 36 എന്ന് പറഞ്ഞാൽ 108 ആണ്. സോ എന്താണ് ഇതിലെ ലാർജസ്റ്റ് ആംഗിൾ ഏതാണ് 108 ഡിഗ്രി ആണ്. സോ എന്താണ് ഓപ്ഷൻ സി ആണ് അതിന്റെ കറക്റ്റ് ആയിട്ട് ആൻസർ. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If one angle of a triangle is equal to the sum of the other two angles, then the triangle is എന്നുള്ളതാണ് ചോദിച്ചത്. ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലേ ഇവിടെ ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിൻ്റെ കേസ് നോക്കാം. ഓക്കെ ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് ഇഫ് വൺ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ is equal to sum of the other two angles എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ ഇവിടെ ഒരു എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആംഗിൾ മാർക്ക് ചെയ്യാണ്. ഇവിടെ വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആംഗിൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ABC അല്ലേ. അപ്പം ഈ ആംഗിൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x+y ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് ബാക്കി രണ്ട് ആംഗിൾസിൻ്റെയും കൂടെ സമ്മ് ചെയ്താൽ മതി എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ആംഗിൾ എക്സും മറ്റേ ആംഗിൾ വൈ ആണെങ്കിൽ മറ്റേ മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും x+y ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എന്ത് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ആണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഐസോസിസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് ഈക്വൽ ലൈക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആവണം. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ മൂന്ന് സൈഡും ഈക്വൽ ആവണം അല്ലേ. അപ്പോൾ ഇത്തരം കേസുകളാണ് നമുക്ക് ട്രയാങ്കിൾസിൻ്റെ കേസുകൾ അറിയാം അല്ലേ. ട്രയാങ്കിൾസിൻ്റെ ഡെഫിനിഷൻസ് നിങ്ങൾക്ക് അറിയണം. എന്താണ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക അറിയണം. ഓക്കെ നിങ്ങൾക്ക് അറിയാം ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ഇൻറ്റീരിയർ ആംഗിൾ സം എത്രയാണ്. ടോട്ടൽ ഇൻറ്റീരിയർ ആംഗിൾ സം എത്ര വരിക ടോട്ടൽ ഇൻറ്റീരിയർ ആംഗിൾ സം എത്ര വരിക വിച്ച് ഇസ് 180 ഡിഗ്രിയാണ് വരിക. അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എത്ര വരും 180 ഡിഗ്രി വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആംഗിൾ എ എന്താണ് x+y ആണ്. ആംഗിൾ ബി എന്താണ് എക്സ് ആണ്. ആംഗിൾ സി എന്താണ് വൈ ആണ്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. ഇവിടെ ഒരു എക്സ് ഉണ്ട് ഇവിടെ ഒരു എക്സ് ഉണ്ട്. അപ്പോൾ 2x. ഇവിടെ ഒരു y ഉണ്ട് ഇവിടെ y ഉണ്ട് പ്ലസ് 2y ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ ആണല്ലോ. അപ്പോൾ 2 × x+y ഈക്വൽ ടു 180 ഡിഗ്രി കിട്ടും. ഓക്കെ ആണല്ലോ. സോ x+yയുടെ വാല്യൂ എത്ര വരും 90 ഡിഗ്രി കിട്ടും. ഓക്കെ ആണല്ലോ. 180 ഡിഗ്രി ഡിവൈഡ് ബൈ 2 എന്താണ് 90 ഡിഗ്രി. അപ്പം ഇതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എത്ര വരിക അതും 90 ഡിഗ്രി അല്ലേ വരിക. യെസ് കാരണം എന്താണ് ഇത് 90 ഡിഗ്രി വരിക. ഇതും കൂടെ ആഡ് ചെയ്താൽ 90 ഡിഗ്രിയാണ്. ഈ രണ്ട് ആംഗിളും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് 90 ഡിഗ്രിയാണ്. ടോട്ടൽ ഇൻറ്റീരിയർ ആംഗിൾ സം എത്ര 180 ഡിഗ്രി വരിക. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ എത്ര വരും 180 - 90 അല്ലേ.
180 മൈനസ് 90 വിച്ച് ഇസ് എന്താണ് 90 ഡിഗ്രി വരും. സോ ഈ ഒരു ആംഗിൾ എത്രയാണ് 90 ഡിഗ്രി എന്ന് കിട്ടും. സോ ഒരു ആംഗിൾ 90 ഡിഗ്രി ഉണ്ടെങ്കിൽ അത് ഏതാ ട്രയാംഗിൾ? റൈറ്റ് ട്രയാംഗിൾ. ഓക്കെ, സോ എന്താണ് അത് റൈറ്റ് ട്രയാംഗിൾ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. സോ ഈ ഒരു ട്രയാംഗിളിൻ്റെ ഇന്റീരിയർ ആംഗിൾസ് നമ്മൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. എത്രയാണ്? 180 ഡിഗ്രിയാണ് വരിക. സോ അതിലുള്ള ആംഗിൾസ് കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഒരു ക്വാഡ്രിലാറ്ററലാണ്, ഇപ്പോൾ സ്ക്വയറോ റെക്ടാംഗിളോ അങ്ങനെ ഏത് ക്വാഡ്രിലാറ്ററലാണെങ്കിൽ എത്ര വരിക? ഇന്റീരിയർ ആംഗിൾസും 360 ഡിഗ്രി ആയിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇൻ ദ ഫിഗർ ആംഗിൾ AOC ആൻഡ് ആംഗിൾ BOC ഫോം എ ലീനിയർ പെയർ. ഓക്കെ, AOCയും BOCയും ലീനിയർ പെയർ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, A - B = 180 ഡിഗ്രി. ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേസ് എന്താണ്? A - B ചെയ്യുന്ന സമയത്ത് 80 ഡിഗ്രി കിട്ടുന്നത് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു കണ്ടീഷൻ കൊണ്ട് മാത്രം നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുമോ? എയും ബിയും കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. പറ്റൂല. എന്താ പ്രശ്നം? എന്താ? ഒരു എക്സ്പ്രഷൻ കൂടെ വേണം. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതുണ്ട്, ഇവിടെ ലീനിയർ പെയർ ആണ് തന്നിട്ടുണ്ട് അല്ലേ? രണ്ട് ആംഗിൾസ് ലീനിയർ പെയർ ആണ്. നിങ്ങൾക്ക് അറിയാം ഈ ടോട്ടൽ ആംഗിളിന്റെ സം എത്രയാണ്? 180 ഡിഗ്രി ആണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസും ഇതുപോലെ പാറ്റേൺ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതെന്താ വരിക? 180 ഡിഗ്രി വരിക. സോ എന്താണ് അത്? A + B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ് വരിക. ഓക്കെ ആണല്ലോ? A + B എത്ര വരിക? 180 ഡിഗ്രി. അപ്പോൾ A - B 180 ഡിഗ്രി എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ലീനിയർ പെയർ ആണ് എയും ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? A + B എത്ര വരും? 180 ഡിഗ്രി വരും. സോ ഇതാണ് ആഡ് ചെയ്തോ. ഇതാണ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ വരിക? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് A + A അല്ലേ? ഇവിടെ ഒരു -B ഉണ്ട്, ഇവിടെ ഒരു +B ഉണ്ട്. അതെന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. ഒരു മൈനസ് ഒരു ടേമും ഒരു പ്ലസ് ഒരു ടേമും വന്നു കഴിഞ്ഞാൽ സെയിം ടേം വന്നു കഴിഞ്ഞാൽ എന്താ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്? +0 അല്ലേ? +0 = എത്ര വരും? 180 + 80 വിച്ച് ഇസ് ഈക്വൽ ടു 260 ഡിഗ്രി വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ 2Aയുടെ വാല്യൂ 260 ഡിഗ്രി വരും. എയുടെ വാല്യൂ എത്ര വരും? 130 ഡിഗ്രി വരും. ഓക്കെ ആണല്ലോ? എയുടെ വാല്യൂ 130 ഡിഗ്രി വരും. A 130 ആണെന്നുണ്ടെങ്കിൽ എയും ബിയും ലീനിയർ പെയർ ആണല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ്പ്രഷനിൽ ഇട്ട് കൊടുത്താൽ മതി. A + Bയുടെ വാല്യൂ 180 ഡിഗ്രി ആണ്. എയുടെ വാല്യൂ 130 + ബിയുടെ വാല്യൂ എത്രയാണ്? 180 ഡിഗ്രി. B = എത്ര? 180 - 130 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? 50 ഡിഗ്രി വരും. അപ്പോൾ എയുടെ വാല്യൂ എത്ര വരും? 130, ബിയുടെ വാല്യൂ 50 ഡിഗ്രി. ഇങ്ങനെയാണ് കാണേണ്ടത്. സോ ലീനിയർ പെയർ എന്താണ് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ലീനിയർ പെയർ എന്താണെന്നുള്ളത്. ലീനിയർ പെയർ ആവുന്ന സമയത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? അതിൻ്റെ ആംഗിൾസ് സം ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ് വരിക എന്നുള്ളത് അറിഞ്ഞിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2 angles are complementary. The largest angle is 3 degree less than twice the measure of the smaller angle. Find the measure of each angle എന്നുള്ള ചോദിച്ചുള്ളൂ. 2 angles കോംപ്ലിമെൻ്ററി ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിൾ എക്സ് ആണെങ്കിൽ മറ്റേ ആംഗിൾ എത്ര ആയിരിക്കും? 90 - x. ഓക്കെ, ഫൈൻ. ദ ലാർജർ ആംഗിൾ ഏതെങ്കിലും ഒരു സാധനം എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ലാർജർ ആക്കി എടുക്കാം. സപ്പോസ് ലൈക്ക് ഇതാണ് ലാർജർ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ 90 - x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് 3 degree less than twice the measure of the smaller angle എന്നുള്ളതെന്നുള്ളത്. 3 degree less than twice the measure of the smaller angle എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് അല്ലേ? 3 degree less than twice the measure of the smaller angle. സ്മോളർ ആംഗിൾ എത്രയാണ്? x അല്ലേ? അതിൻ്റെ 2 times എടുക്കാനാണ് പറഞ്ഞത്. twice the measure of the smaller angle. അപ്പോൾ 2x. അതിന് 3 degree less than എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? അതിന് -3 ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ തന്നിട്ടുള്ളത്? 90 - x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x - 3 ആണ്. ഓക്കെ ആണല്ലോ? സോ ഈ -x അപ്പുറം സൈഡിലോട്ട് പോകുന്ന സമയത്ത് എന്താവും? +x ആവും. 2x + x. ഇവിടെ ഒരു -3 ഉണ്ട്, അപ്പുറം സൈഡിലോട്ട് പോകുന്ന സമയത്ത് +3 ആവും. സോ എന്ത് വരും? 90 + 3. സോ 93യുടെ വാല്യൂ 3x ആവും. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 31 ഡിഗ്രി. ഓക്കെ ആണല്ലോ? എക്സിൻ്റെ വാല്യൂ 31 ഡിഗ്രി. ഫൈൻഡ് ദ മെഷർ ഓഫ് ഈച്ച് ആംഗിൾ എന്നുള്ള ചോദിച്ചുള്ളത്. സോ എന്താണ്? എക്സിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 90 - x കഴിഞ്ഞാൽ മറ്റേ ആംഗിളും കിട്ടും. സോ നമുക്ക് ഐഡന്റിഫൈ. അപ്പോൾ ആകെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഈ തന്നിട്ടുള്ള ഈ ഒരു പ്രോബ്ലത്തിനെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആക്കി എഴുതുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അവിടെ തന്നിട്ടുള്ള എന്തായിരുന്നു? ലാർജർ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 degree less than അല്ലേ? എന്തെന്ന് ലെസ് ചെയ്യണം? സ്മോളർ ആംഗിളിൻ്റെ ട്വൈസ് എടുത്തിട്ട്, ട്വൈസ് ഓഫ് സ്മോളർ ആംഗിൾ അല്ലേ? സ്മോളർ ആംഗിളിൻ്റെ ഡബിൾ ചെയ്തിട്ട് അതിന് 3 ഡിഗ്രി കുറച്ചതാണ് എന്ത്? വലിയ ആംഗിൾ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. സോ ആ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ ഒരു ടാസ്ക് ആയിട്ടുള്ളത്. സോ പിന്നെന്താണ്? ആൾജിബ്രായിക് മാനിപ്പുലേഷൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ആൾജിബ്രായിക് മാനിപ്പുലേഷൻസ് ആണ്. സോ ഇവിടെ എക്സിൻ്റെ വാല്യൂ കണ്ടെത്തിക്കണം. സോ മറ്റേ ആംഗിൾ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടെത്തും. ഓക്കെ, ഇൻ ദ ഫിഗർ ഇവിടെ നോക്കുക. L1 L2 പാരലൽ ആണ്. ഇപ്പോൾ L1 L2 ഒരു സാധനം രണ്ട് ലൈൻസ് പാരലൽ എന്ന് എങ്ങനെയാ പറയാം? ഇവിടെ എന്താണ്? ഇങ്ങനെ രണ്ട് സിമ്പിൾ രണ്ട് വര അല്ലേ ഇട്ട് കഴിഞ്ഞാൽ എന്താണ്? പാരലൽ ആണ് മീനിങ്. സോ എന്താണ്? L1ഉം L2ഉം പാരലൽ ആണ്. ഈ രണ്ട് ലൈൻസും പാരലൽ ആണ്. A1ഉം A2ഉം പാരലൽ ആണ്. ഈ രണ്ട് ലൈൻസും പാരലൽ ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് x എന്നുള്ളതാണ് ചോദിച്ചത്. എക്സിൻ്റെ വാല്യൂ കാണണം. ഇത് 2x ആണ് എന്നുണ്ടെങ്കിൽ അല്ലേ? ഇതെന്താണ്? ഇത് 180 - 2x അല്ലേ വരിക? ഇത് 180 - 2x അല്ലേ? കാരണം എന്താണ്? ടോട്ടൽ ഇതൊരു ലീനിയർ പെയർ ആയിരിക്കും അല്ലേ? ഇതൊരു ലീനിയർ പെയർ ആയിരിക്കും. സോ ഈ 2x പ്ലസ് അല്ലെങ്കിൽ ഇവിടെ ലൈക്ക് എന്ത് ചെയ്യുക? വേറെ രീതിയിൽ മാർക്ക് ചെയ്യാം. ഇപ്പോൾ എന്താണ്? ഇവിടെ A എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ മാർക്ക് ചെയ്യാം? 2x + എയുടെ വാല്യൂ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ എത്രയായിരിക്കും? 180 - 2x ആയിരിക്കും.
അപ്പോൾ എയുടെ വാല്യൂ കിട്ടിയല്ലോ 180 - 2x. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്, ലൈക്ക് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന എന്താണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ് ഈക്വൽ ആയിരിക്കും അല്ലേ. ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. സോ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ആംഗിൾ 4x - 15 ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ആംഗിൾ എന്താണ് 4x - 15 ആണ്. ഓക്കെ ആണല്ലോ. ഈ ഒരു ആംഗിൾ 4x - 15 ആണെങ്കിൽ എന്താണ്, ഈ ഒരു ആംഗിൾ 4x - 15 ആണ്. ഇത് 2x ആണ്. ഇവിടെ എയുടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഇത് 2x ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ചേ, ഈ ഒരു ആംഗിൾ അല്ലേ, ഈ ഒരു ആംഗിൾ എന്താണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്, A1ഉം A2ഉം പാരലൽ ആണ്. ഈ രണ്ട് ലൈൻസ് പാരലൽ ആണ്. L1 എന്നുള്ളത് നമുക്ക് അതിന് ട്രാൻസ്വേഴ്സൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനത്തെ കേസ് വരുന്ന സമയത്ത് എന്താണ്, ഈ ഒരു ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ എത്ര വരും, ഇവിടെ 2x വരും. ഓക്കെ ആണല്ലോ. ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും നോക്കി ഞാൻ ഇവിടെ A എന്ന് മാർക്ക് ചെയ്യാം, ഇവിടെ B എന്ന് മാർക്ക് ചെയ്യാം. എയും ബിയും എന്താണ്, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, 180 ഡിഗ്രി കിട്ടണം. കാരണം സപ്ലിമെൻ്ററി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, നേരത്തെ ഇനീഷ്യലി ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ എന്താണ്, 2x + 4x - 15 ഷുഡ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് പറയാം. സോ 6xൻ്റെ വാല്യൂ 195 ആണ്. എക്സിൻ്റെ വാല്യൂ 195/6 ആ വരിക. 195/6 പറയുമ്പോൾ എത്ര വരും, 30 180 അല്ലേ. ബാക്കി 15 ഉണ്ട്. 15/6 എന്ന് പറയുമ്പോൾ 2.5. സോ എന്താ 32.5. സോ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. സോ എന്താ 32.5 തന്നെയല്ലേ. യെസ്, 32.5 തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ എന്താ ചെയ്യുക, ജസ്റ്റ് മനസ്സിലാക്കുക. ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള നിങ്ങൾക്ക് പല മെത്തേഡ് വെച്ചിട്ട് ഇപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് തന്നെ എടുക്കണമെന്ന് യാതൊരു നിർബന്ധമല്ല. ലീനിയർ പെയറൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഒരു മെത്തേഡാണ് എന്ത്, ഇതിങ്ങനെ ഈ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് അല്ലേ, 2x ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്താണ് 2x ആണ്. സോ ഈ രണ്ട് ആംഗിൾ കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 180 ഡിഗ്രി ആണ്. സോ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കിയേ, ഇൻ ദ ഗിവൺ ഫിഗർ, വളരെ എളുപ്പമായുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് തന്നെ ചെയ്യാം ആക്ച്വലി. സോ ഇവിടെ നോക്കിയേ എങ്ങനെ വരിക, ഇവിടെ x+10 ഉണ്ട്, x ഉണ്ട്, x+20 ഉണ്ട്. ഈ 3 ആംഗിൾസും കിടക്കുന്ന എന്താണ്, ഒരു ലീനിയർ പെയർ അല്ലേ. ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്, അതൊരു ലൈനുമൊക്കെയാണ് എത്തുന്നത്. സോ എന്ത് പറയാം, ഈ x+10 ഈ ഒരു x+10 + x + x+20 ആഡ് ചെയ്താൽ എന്താണ് വരിക, x+20 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരിക, 180 ഡിഗ്രിയാണ്. സോ എന്ത് ചെയ്യുക, അവിടെ നിന്ന് എത്രയാണ് എക്സിൻ്റെ വാല്യൂ എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ. കാരണം എന്താണ്, ഇവിടെ എന്താണ്, ഇതൊരു ലൈനാണ് അല്ലേ. അപ്പോൾ ഈ ടോട്ടൽ ആംഗിൾ എത്രയാണ്, 180 ഡിഗ്രിയാണ്. ഇതെന്താണ്, ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രിയാണ്. സോ അതായത് ഈ x+10ഉം ഈ ഒരു എക്സും ഈ ഒരു x+20 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം, 180 ഡിഗ്രി കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ x ഉണ്ട് അത് ആഡ് ചെയ്താൽ 3x കിട്ടും, ഇവിടെ ഒരു 30 കിട്ടും. അപ്പോൾ 180 ഡിഗ്രി കിട്ടും. അങ്ങനെ 30 അപ്പുറത്ത് പോയാൽ എന്താവുക, എക്സിൻ്റെ വാല്യൂ എന്താവുക എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് ലൈക്ക് ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ലൈക്ക് ജോമെട്രിയിൽ ഒരുപാട് ക്ലാസ് ഇനി വരാനുണ്ട്. അപ്പം ഈ ഒരു സെക്ഷനിലെ ഈ ഒരു ക്ലാസ്സിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണിത്. സോ ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ആൻഡ് എനി മോർ സപ്പോർട്ട്സ് ലൈക്ക് ഇപ്പോൾ ലൈക്ക് നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ അല്ലേ. സോ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്സിൽ ഒന്നും കൂടെ ഇൻഡെപ്ത് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ലൈക്ക് നമ്മൾ അതിൻ്റെ പെർട്ടിക്കുലർ സെഷൻസ് ഒക്കെ ലൈക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം. സോ ലൈക്ക് എന്ത് ചെയ്യാം, ഷാറായിട്ട് പഠിക്കുക. ആൻഡ് ബെസ്റ്റ് വിഷസ്.